എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ച് ആഴ്ചകളായി വീഡിയോസ് ഇടാൻ സാധിക്കാതെ പോയതിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് മഹാഭാരതത്തിലേക്ക് പുനർപ്രവേശിക്കുന്നതിന് മുൻപായി കഴിഞ്ഞ ഭാഗത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് കേൾക്കാം. യുദ്ധം അരങ്ങേറുകയാണെങ്കിൽ അതിന് കൃഷ്ണനിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുവാൻ ദുര്യോധനനും അർജുനനും ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനെ കാണുന്നു. മഹത്തായ നാരായണ സേനയെ ദുര്യോധനനും യുദ്ധത്തിൽ ആയുധം എടുത്ത് പോരാടുകയില്ല എന്ന് തീരുമാനിച്ച ശ്രീകൃഷ്ണനെ അർജുനനും തിരഞ്ഞെടുക്കുന്നു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കേട്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. നമുക്ക് ഇനി മഹാഭാരതം ബാക്കി കേൾക്കാം. യുദ്ധം അരങ്ങേറുകയാണെങ്കിൽ അതിന് തങ്ങളുടെ പക്ഷത്തെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള സന്ദേശങ്ങൾ കൗരവ പക്ഷത്തു നിന്നും പാണ്ഡവ പക്ഷത്തു നിന്നും നാനാ ദിക്കുകളിലേക്കും പോയി. ആര്യവർത്തത്തിലെ സമസ്ത രാജാക്കന്മാരും അങ്ങനെ പാണ്ഡവ പക്ഷത്തോ കൗരവ പക്ഷത്തോ ചേർന്നു. ഇങ്ങനെ സന്ദേശം അയക്കുന്ന കൂട്ടത്തിൽ പാണ്ഡവർ മാദ്രാദേശത്തിനധിപതിയായ ശല്യർക്കും സന്ദേശമയച്ചു, തങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. ശല്യർ നകുല സഹദേവന്മാരുടെ അമ്മയായ മാദ്രിയുടെ സഹോദരനായിരുന്നു. അതായത് പാണ്ഡവരുടെ അമ്മാവിൻ്റെ സ്ഥാനമാണ് ശല്യർക്ക്. പാണ്ഡവരുടെ സന്ദേശം ലഭിച്ചതും പാണ്ഡവർക്ക് പിന്തുണയുമായി ശല്യർ ഒരു മഹാസൈന്യവുമായി മാദ്രാദേശത്ത് നിന്നും പുറപ്പെട്ടു. മഹാസൈന്യമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു മഹാസൈന്യവുമായി തന്നെയാണ് ശല്യർ പാണ്ഡവർ പക്ഷത്ത് ചേരുവാനായി പുറപ്പെട്ടത്. ആ മഹാസൈന്യം 1.5 യോജന പരന്നു കിടക്കുന്ന സമുദ്രം പോലെ കാണപ്പെട്ടു. ആനകളും കുതിരപ്പടയും കാലാളും രഥങ്ങളുമൊക്കെയായി മഹാസൈന്യവുമായി പാണ്ഡവ പക്ഷത്ത് ചേരുവാനായി ശല്യർ പാണ്ഡവർ തങ്ങുന്ന ഉപപ്ലവ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത ചാരന്മാർ മുഖേന ദുര്യോധനൻ അറിഞ്ഞു. ദുര്യോധനൻ ഉടൻ തന്നെ മന്ത്രിയെ വിളിച്ചു വരുത്തി പറഞ്ഞു, മാദ്രാദേശത്തിന് അധിപതിയായ ശല്യർ മഹാസൈന്യവുമായി പാണ്ഡവ പക്ഷത്ത് ചേരുവാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ പാണ്ഡവരുടെ സൈന്യം അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും വളരെ ശക്തമാവും. അവരുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അത് സംഭവിക്കുവാൻ അനുവദിച്ചുകൂടാ. എന്ത് തന്ത്രത്തിലൂടെയും ശല്യരെ കൗരവ പക്ഷത്ത് കൊണ്ടുവരണം. അത് എങ്ങനെ സാധ്യമാവുമെന്ന് ദുര്യോധനൻ ആലോചിച്ചു. ശല്യർ നകുല സഹദേവന്മാരുടെ അമ്മാവനാണ്. അങ്ങനെ ശല്യർ പാണ്ഡവരുടെ ബന്ധുവാണ്. സ്വന്തം അനന്തരവന്മാരായ നകുല സഹദേവന്മാർ അടങ്ങുന്ന പാണ്ഡവ പക്ഷത്തെ മാത്രമേ ശല്യർ പിന്തുണയ്ക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കൗശലം ഉപയോഗിച്ച് കുതന്ത്രത്തിലൂടെ ശല്യരെ കൗരവ പക്ഷത്ത് എത്തിക്കണം. ദുര്യോധനൻ മന്ത്രിയോട് പറഞ്ഞു, ശല്യർ ഉപപ്ലവ്യത്തിലെത്തുന്നതിന് മുൻപായി നമ്മുടെ സേവകർ ശല്യരെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും സ്വീകരിക്കണം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണം. അവർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത അത്രയും ഗംഭീരമായ സ്വീകരണം വേണം അവർക്ക് നൽകുവാൻ. കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടതും അതിനപ്പുറവും നമ്മൾ ചെയ്യണം. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ശല്യരും സൈന്യവും നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചാൽ പിന്നെ അവർ നമ്മളോട് കടപ്പെട്ടവരായി മാറും. അവർക്ക് പിന്നെ പാണ്ഡവ പക്ഷത്ത് ചേരുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് നമ്മൾ നൽകിയ സ്വീകരണം ആസ്വദിച്ചതിന് ശേഷം പാണ്ഡവ പക്ഷത്ത് ചേരുന്നത് നന്ദികേടായിരിക്കുമെന്ന് ശല്യർക്ക് തോന്നും വിധം ഗംഭീരമായി വേണം അവർക്ക് നമ്മൾ സ്വീകരണം ഒരുക്കുവാൻ. ഒരു കാരണവശാലും അവർക്ക് നൽകുന്ന സ്വീകരണം നൽകുന്നത് ഞാൻ, ദുര്യോധനനോ അല്ലെങ്കിൽ കൗരവപക്ഷമോ ആണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച മതിമറന്ന വേളയിൽ ശല്യരുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കൊള്ളാം. അവരുടെ പിന്തുണ ആവശ്യപ്പെടാം. അപ്പോൾ ശല്യർക്ക് അത് സാധ്യമല്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ ദുര്യോധനന്റെ ആജ്ഞപ്രകാരം മഹാസൈന്യവുമായി ഉപപ്ലവ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ശല്യരെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും അതിഗംഭീരമായി സ്വീകരിക്കുവാൻ ദുര്യോധനൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. പാണ്ഡവർ തങ്ങുന്ന ഉപപ്ലവ്യത്തിൽ എത്തുന്നതിന് മുൻപായി തന്നെ യാത്രാമധ്യേ ശല്യരെയും കൂട്ടരെയും വരവേൽക്കുവാനായി പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ ദുര്യോധനൻ ഏർപ്പാട് ചെയ്തു. ഇതൊന്നും അറിയാതെ ശല്യർ പാണ്ഡവ പക്ഷത്ത് ചേരുവാനായി സൈന്യവുമായി വന്നു. ഉപപ്ലവ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ദുര്യോധനന്റെ സേവകർ ശല്യരെ അതിഗംഭീരമായി വരവേറ്റു. ശല്യർ ആ പ്രൗഢഗംഭീരമായ സ്വീകരണം നന്നായി ആസ്വദിക്കുകയും അത് ഒരുക്കിയത് പാണ്ഡവർ ആയിരിക്കുമെന്ന് കരുതി ആ വരവേൽപ്പ് സ്വീകരിക്കുകയും ചെയ്തു. ദുര്യോധനന്റെ സേവകർ ശല്യരെ അതിഗംഭീരമായ അതിഥി മാളികയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അവിടെ ശല്യർക്ക് വേണ്ടി ദേവേന്ദ്രന്റെ അമരാവതിയെ തോൽപ്പിക്കുന്ന അത്രയും സുഖസൗകര്യങ്ങളാണ് ദുര്യോധനൻ ഒരുക്കിയത്. തനിക്ക് ലഭിക്കുന്ന സ്വീകരണം കണ്ട് ശല്യർ കരുതി, ഈ സ്വീകരണം ദേവേന്ദ്രന് ഇന്ദ്രലോകത്ത് പോലും ലഭിക്കുകയില്ല. സുന്ദരികളായ നർത്തകിമാരും മനം മയക്കുന്ന സംഗീതവും ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന ഭക്ഷണവുമെല്ലാം ശല്യരുടെ മുന്നിലേക്ക് എത്തപ്പെട്ടു. താൻ ഭൂമിയിൽ തന്നെയാണോ എന്ന് പോലും ഒരു വേള ശല്യർക്ക് സംശയം തോന്നി. ദുര്യോധനന്റെ സേവകർ ശല്യരുടെ സൈന്യത്തിനെയും വേണ്ട വിധം സൽക്കരിച്ചു. ക്ഷീണിച്ചു വന്ന സൈനികർക്ക് ഭക്ഷണവും വിശ്രമവും നൽകുവാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. കുതിരകൾക്കും ആനകൾക്കും വെള്ളവും ഭക്ഷണവും നൽകി.
അങ്ങനെ ശല്യർക്കോ ശല്യരുടെ സൈന്യത്തിനോ ഒട്ടും പ്രതീക്ഷിക്കാത്ത, സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത അത്രയും ഗംഭീരമായ സ്വീകരണമാണ് അവർക്ക് യാത്രാമധ്യേ ദുര്യോധനനിൽ നിന്നും ലഭിച്ചത്. അമരാവതിയിൽ ദേവേന്ദ്രനെ കണക്കെ സുഖലോലുപനായി ദുര്യോധനന്റെ അതിഥി മന്ദിരത്തിൽ പട്ടുമെത്തയിൽ കിടന്ന ശല്യർ സേവകന്മാരോട് ചോദിച്ചു, ആരാണ് ഇത്ര മനോഹരമായ ഈ മാളിക പണി കഴിപ്പിച്ചത്? വിശ്വകർമാവിന് തുല്യനായ യുധിഷ്ഠിരന്റെ ആ സേവകനെ വിളിച്ചാലും അദ്ദേഹത്തിനെ ആദരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് സേവകൻ ശല്യരോട് പറഞ്ഞു, അങ്ങയ്ക്ക് ഈ സ്വീകരണം നൽകുന്നത് യുധിഷ്ഠിരനല്ല പ്രഭു. അത് കേട്ട് ആശ്ചര്യത്തോടെ ഒന്നും മനസ്സിലാവാതെ നിന്ന ശല്യരുടെ സമക്ഷത്തേക്ക് ദുര്യോധനൻ എത്തി. ദുര്യോധനൻ പറഞ്ഞു, മാദ്രാദേശത്തിന് അധിപതിയായ രാജൻ, അങ്ങയ്ക്ക് ദുര്യോധനന്റെ ആശംസകൾ. ഞാൻ ഒരുക്കിയ ഈ സ്വീകരണത്തിൽ അങ്ങ് തൃപ്തനാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ രാജൻ. ദുര്യോധനനെ ശല്യർ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. തനിക്ക് ഇത്രയും ഗംഭീരമായ സ്വീകരണം ഒരുക്കി തന്നെ ഞെട്ടിച്ച ദുര്യോധനനോട് ശല്യർ പറഞ്ഞു, സുയോധന, താങ്കളുടെ സ്വീകരണം എന്നെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ താങ്കളുടെ ആതിഥ്യമാണല്ലേ സ്വീകരിച്ചത്? എൻ്റെ മനസ്സ് നിറഞ്ഞു. പറയൂ രാജൻ, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? എന്തും നൽകുവാൻ ഞാൻ ഒരുക്കമാണ്. ദുര്യോധനൻ പറഞ്ഞു, വീരന്മാരിൽ വീരനായ മഹായോദ്ധാവായ അങ്ങ് എൻ്റെ സൈന്യത്തെ നയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് എൻ്റെ സേനാപതിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ശല്യർ പറഞ്ഞു, സമ്മതം സുയോധന, സമ്മതം. അങ്ങനെ ദുര്യോധനന്റെ കുതന്ത്രം ഫലം കണ്ടു. ദുര്യോധനന്റെ ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം പാണ്ഡവപക്ഷത്ത് ചേരുന്നത് നന്ദികേട് ആയതിനാൽ ശല്യർ കൗരവപക്ഷത്ത് ചേർന്നു. ദുര്യോധനൻ ആഗ്രഹിച്ചതുപോലെ ശല്യരും അദ്ദേഹത്തിന്റെ മഹാസൈന്യവും കൗരവപക്ഷത്ത് ആവുകയും ചെയ്തു. തുടർന്ന് ശല്യർ ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, താങ്കൾ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയാലും എനിക്ക് യുധിഷ്ഠിരനെയും പാണ്ഡവരെയും കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത്രയും യാത്ര ചെയ്ത് വന്ന സ്ഥിതിക്ക് ഞാൻ അവരെ ചെന്ന് കാണട്ടെ. അതിനുശേഷം ഞാൻ ഹസ്തിനപുരിയിലേക്ക് വരുന്നതായിരിക്കും. ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് തന്ന വാക്ക് അങ്ങ് മറക്കാതിരുന്നാലും രാജൻ. തുടർന്ന് ശല്യർ ഉപപ്ലവ്യത്തിലെത്തി. പാണ്ഡവർ ശല്യരെ ആചാരമര്യാദകളോടെ സ്വീകരിച്ചു. ശല്യർ യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും നകുല സഹദേവന്മാരെയും ആലിംഗനം ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു, നരേന്ദ്രന്മാരെ, കുരുവംശത്തിലെ സിംഹങ്ങളെ, വനവാസവും അജ്ഞാതവാസവും വിജയകരമായി പൂർത്തിയാക്കി നിങ്ങൾ തിരിച്ചെത്തിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. സത്യമാണ്, മഹാദുഃഖമാണ് ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ നിങ്ങൾക്ക് സമ്മാനിച്ചത്. തുടർന്ന് ശല്യർ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. തന്നെ ദുര്യോധനൻ സ്വീകരിച്ചതും മറ്റും ശല്യർ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരനിലൂടെ ശല്യർ മനസ്സിലാക്കി താൻ കബളിപ്പിക്കപ്പെട്ടുവെന്നും ദുര്യോധനന്റെ കുതന്ത്രത്തിൽ താൻ വീണു പോവുകയാണ് ചെയ്തതെന്നും. യുധിഷ്ഠിരൻ ശല്യരോട് പറഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു. അങ്ങ് ദുര്യോധനന് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി ആ വാക്കിൽ നിന്ന് മാറരുത്. അത് ക്ഷത്രിയർക്ക് യോജിച്ചതല്ല, അത് അപകീർത്തികരമാണ്. ദുര്യോധനന് നൽകിയ വാക്ക് അങ്ങ് പാലിക്കുക തന്നെ വേണം. അങ്ങ് കൗരവപക്ഷത്ത് നിന്നുകൊള്ളുക, എനിക്ക് പരാതിയില്ല. എന്നാൽ അങ്ങ് എനിക്കൊരു സഹായം ചെയ്തു തരണം. ദുര്യോധനന്റെ കെണിയിൽ വീണുപോയതിൽ ശല്യർക്ക് അതിയായ അമർഷം തോന്നി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ശല്യരെ വല്ലാതെ വേട്ടയാടി. യുധിഷ്ഠിരനോട് ശല്യർ പറഞ്ഞു, പറയൂ പുത്ര, നിനക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? എന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, യുദ്ധത്തിൽ ഒരു നാൾ അർജുനനും കർണനും നേർക്കുനേർ വരും. സമർത്ഥനായ അങ്ങയെയായിരിക്കും കർണന്റെ തേരാളിയായി നിയമിക്കുക. കർണന്റെ തേരാളിയായിരിക്കെ അങ്ങ് എപ്പോഴും കർണന്റെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിൽ സംസാരിക്കണം. എപ്പോഴും അങ്ങ് അർജുനനെ സ്തുതിച്ചുകൊണ്ട് കർണനെ തരം താഴ്ത്തി സംസാരിക്കണം. ഇപ്രകാരം അങ്ങ് ചെയ്യുന്നതിലൂടെ കർണന് സ്വന്തം കഴിവിൽ സംശയം തോന്നാനിടയാവും. അർജുനന്റെ സ്തുതി സ്വന്തം തേരാളിയിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കർണന് യുദ്ധത്തിൽ ഏകാഗ്രത നഷ്ടമാവുകയും തെറ്റ് വരുത്തുവാനുള്ള സാധ്യത ഏറുകയും ചെയ്യും. താൻ അർജുനനേക്കാൾ മികച്ചവനാണെന്ന് തെളിയിക്കുവാനുള്ള തത്രപ്പാടിൽ വികാരത്തിനടിമപ്പെട്ട് യുക്തിക്ക് എതിരായി കർണൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചേക്കാം. കർണന്റെ തേരാളിയായിരിക്കെ അങ്ങ് നിരന്തരം അർജുനനെ വാഴ്ത്തുക, അർജുനന്റെ മഹത്വത്തെപ്പറ്റി പറയുക. അർജുനന്റെ മുന്നിൽ കർണൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അങ്ങ് കർണനെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുക. ഇത് മാത്രമാണ് അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ശല്യർ പറഞ്ഞു, യുധിഷ്ഠിര, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ആ സൂതപുത്രനെ ഞാൻ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊള്ളാം. യുദ്ധത്തിൽ പോരാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന, അവന് സദാ പ്രചോദനം നൽകുന്ന തേരാളിയാണ്. എന്നാൽ തേരാളി തന്നെ എതിരാണെങ്കിൽ രഥത്തിലിരിക്കുന്ന വീരന് മനോബലം തന്നെ നഷ്ടമാവും. യുദ്ധത്തിൽ മഹാത്ഭുതം കാണിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങുന്ന കർണന്റെ മനോവീര്യം ഞാൻ എൻ്റെ വാക്കുകളാവുന്ന കൂരമ്പുകൾ കൊണ്ട് ശിഥിലമാക്കും. സ്വന്തം തേരാളിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ അവൻ കൊല്ലപ്പെടും. ആ സൂതപുത്രൻ എത്രയോ വട്ടം വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ദുര്യോധനന് കുതന്ത്രം പറഞ്ഞു കൊടുക്കുന്നവൻ അവനാണ്. ആ കർണനും നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാണ്.
ദ്രൗപദിയെ വേശ്യ എന്ന് വിളിച്ചവനാണ് അവൻ. അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. കർമ്മം സത്യമാണ്, കർമ്മഫലം പരമാർത്ഥവും. യുധിഷ്ഠിര, അന്തിമ വിജയം നിന്റേത് തന്നെയായിരിക്കും. ദേവേന്ദ്രന് പോലും അതികഠിനമായ ദുഃഖവും ദുരിതവും സ്വന്തം ഭാര്യയോടൊപ്പം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നീ അതിനാൽ വ്യാകുലപ്പെടേണ്ടതില്ല. അന്തിമ വിജയം നിനക്ക് തന്നെയാവും. യുധിഷ്ഠിരൻ ശല്യരോട് ചോദിച്ചു, ദേവന്മാരുടെ രാജാവായ സാക്ഷാൽ ദേവേന്ദ്രന് കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നോ? അതെങ്ങനെയാണ്? ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നാലും. തുടർന്ന് ശല്യർ യുധിഷ്ഠിരന് ദേവേന്ദ്രന് നേരിടേണ്ടി വന്ന ദുരിതം പറഞ്ഞുകൊടുത്തു. ആ കഥ ഞാൻ സെപ്പറേറ്റായി ഒരു ഭാഗമായി പറയാം. നമുക്ക് മഹാഭാരതത്തിലേക്ക് തിരിച്ചു വരാം. ദേവേന്ദ്രന്റെ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ശല്യർ യുധിഷ്ഠിരനോട് പറഞ്ഞു, കുരുവംശ തിലകമായ യുധിഷ്ഠിര, നഷ്ടമായതെല്ലാം നിനക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. ദേവേന്ദ്രനെ പോലെ നീ വീണ്ടും ഉയർന്ന് പഴയ പ്രതാപത്തിലും പ്രൗഢിയിലും എത്തിച്ചേരും. നിന്റെ ശത്രുക്കളുടെ നാശം അടുത്തു വരികയാണ്. വീണു പോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ദേവേന്ദ്രന്റെ കഥ നീ ഓർക്കണം. വിജയീ ഭവ പുത്ര. ഇത്രയും പറഞ്ഞ് ശല്യർ പാണ്ഡവർക്ക് യാത്ര പറഞ്ഞ് തൻ്റെ സൈന്യവുമായി ഹസ്തിനപുരിയിലേക്ക് പോയി. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുവാനും ശ്രമിക്കുക. നന്ദി.